ഇത് നീ ഓടിച്ചിട്ട് പോയ കമ്പ. ഇത് മുറി കൂട്ടിയിട്ട് വന്നാ മതി. അന്നേരത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതല്ലേ അമ്മേ. ഒടിച്ച കോല് കൂടിച്ചേരില്ലെന്ന് നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. അല്ലെങ്കിൽ പിന്നെ ഒട്ടിക്കണം. ഞാനിത് ഒട്ടിച്ചു തരട്ടെ അമ്മേ. ഞാനെന്തോ മാപ്പ് പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ നീ. ഏയ്, അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നോ? എനിക്ക് ഓർമ്മയില്ലല്ലോ. ചിലപ്പോ അൽഷിമേഴ്സ് ആണോന്നൊരു സംശയം. കവിത വന്ന് നോക്കുന്നുണ്ടേ. മുറിയിലേക്ക് ഞാൻ വരാം. വേണമെങ്കിൽ എന്നെ ഇഞ്ചനാര് ചതയ്ക്കും പോലെ ചതച്ചോ. എന്നാലും ഇവളുടെ മുമ്പിൽ എന്നെ നാട്ടിക്കല്ലേ. അമ്മേ, കൈയുടെ മുട്ടുവേദന മാറിയോ? വിട്, ഞാൻ കുഴമ്പിട്ട് വരാം. കേറി പോടിയകത്ത്. എന്ത് ചെയ്യാം? ഞാൻ 2 ദിവസം മാറി നിന്നാ ഉടനെ വിളിക്കും. ഒരു സ്വൈര്യവും തരത്തില്ല ഈ അമ്മ. എന്ന് വെച്ചാ ഈ വീട്ടിലെ വിളക്കല്ലേ ഞാൻ. ഒരു കണക്കിന് കേറിപ്പറ്റി. ഞാൻ വിചാരിച്ചു കുഴപ്പാവൂന്ന്. ഇനിയിപ്പൊ എന്നെ കൊല്ലൂന്ന് പറഞ്ഞാലും ഞാൻ ഈ വീട് വിട്ട് പോകത്തില്ല. അകത്തുനിന്നുള്ള പേടിപ്പിക്കലാ നല്ലത്. പുറത്തു പോയ പിന്നെ ഇവിടുത്തെ എച്ചിൽ പാത്രത്തിന്റെ പോലും വിലയില്ല. നീ എന്താടി നാണം കെട്ട് തിരിച്ചു പോകുന്നത്? നിന്റെ വീട്ടിൽ തിന്നാനും കുടിക്കാനൊന്നും ഇല്ലേ? എന്റെ വീട്ടിലോ? നീയൊന്നും വന്ന് നോക്കണം. ചിക്കൻ കബാബും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചങ്ങ് മടുക്കും. ഓഹോ, പപ്പയ്ക്ക് പിന്നെ ജിഞ്ചർ ചിക്കനാ ഇഷ്ടം. മമ്മി ഇതൊന്നും കഴിക്കില്ല. നാടൻ ഭക്ഷണ ഇഷ്ടം. രാവിലെ തന്നെ 5-8 കരിമീനെ എടുത്ത് വാഴയിലയിൽ വെച്ച് അങ്ങ് പൊള്ളിക്കും. പിന്നെ കരിമീൻ തീറ്റ തന്നെ കരിമീൻ തീറ്റ. ഇത്ര സുഖജീവിതം വിട്ടിട്ട് പിന്നെ നീ എന്തിനാ തിരിച്ചു പോകുന്നത്? ഇവിടുന്ന് വിളിച്ചോണ്ടിരിക്കല്ലേ അമ്മയും അരവിന്ദേട്ടനും. അഴകത്തെ വീടിന്റെ അഴകും ഐശ്വര്യവും ഒക്കെ ഞാൻ തന്നെയാണെന്ന് അമ്മ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോരാൻ കൂട്ടാക്കിയൊന്നുമില്ല. അവസാനം അമ്മ ക്ഷമ പറഞ്ഞു. ഇന്നലെ വിളിച്ച് കരയും കൂടി ചെയ്തപ്പോ എന്റെ മനസ്സങ്ങ് അലിഞ്ഞു. ഞാൻ പിന്നെ അമ്മയെ കാണാനേ ഓടി ഇങ്ങ് പോന്നതാ. ഞാൻ വിശ്വസിക്കില്ല ഇതൊന്നും. ചില സത്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. എന്നാ നീ വിശ്വസിക്കണ്ട. എന്റെ ഈശ്വരാ, ഇവളിനി ചെന്ന് ചോദിക്കോ എന്തോ. അമ്മ ഇത്രയ്ക്ക് തരംതാണ് പോകുന്നു ഞാൻ കരുതിയില്ല. ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു. എത്രയ്ക്കൊന്നും? അതിന് മാത്രം എന്ത് സംഭവിച്ചു ഇവിടെ? ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാൻ? പിണങ്ങിപ്പോയ മരുമക്കളെ തിരിച്ചു വിളിക്കുന്നത് സമ്മതിക്കാം. കാല് പിടിച്ച് വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ആര് കാല് പിടിച്ചു? അമ്മ അല്ലാതാരാ? മൈഥിലേട്ടത്തി പറഞ്ഞതല്ലേ. അവൾ അതും പറയും, അതിലപ്പുറവും പറയും. എന്നാലും അമ്മ കരയാന്നൊക്കെ വെച്ചാ എനിക്ക് കരഞ്ഞാൽ എന്താ? കാണാനും കൺമഷി എഴുതാനും മാത്രമുള്ളതല്ല കണ്ണ്. മനസ്സു നൊന്ത കരയണം. ഓ, അപ്പൊ സംഗതി സത്യമാണ്. മൈഥിലേട്ടത്തി പോയപ്പോ അമ്മയുടെ മനസ്സ് നൊന്തു. നൊന്തെങ്കി നിനക്കെന്താ നഷ്ടം? എന്റെ കണ്ണ്, എന്റെ മനസ്സ്, എന്റെ കണ്ണീര്, ഇതൊക്കെ എന്റെ സ്വന്തം കാര്യങ്ങളാ. നീ അന്വേഷിക്കണ്ട. അമ്മ എന്തിനാ അവനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഏട്ടത്തിയുടെ മുന്നില് അമ്മ അടിയറവ് പറഞ്ഞല്ലോ എന്നോർത്ത് വിഷമം കൊണ്ട് ചോദിച്ചു പോയതാ. എന്റെ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട. ഒരാളും നോക്കിയില്ലെങ്കിലും ഞാൻ ജീവിക്കും. ഞാൻ അമ്മയ്ക്ക് എന്തോ ദ്രോഹം ചെയ്തതുപോലെയാണല്ലോ അമ്മ പറയുന്നത്. ദ്രോഹം ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ മുളയിലെ അതങ്ങ് നുള്ളിക്കളഞ്ഞേക്കണം. അഴകത്തു സുമംഗലിയെ മക്കളാരും മനസ്സിലാക്കിയിട്ടില്ല. പിന്നല്ലേ മരുമക്കള്. കത്തിച്ച് ചാരമാക്കിയാൽ ആ ചാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും സുമംഗല.
चुक नहीं ഒരു ചുക്കുമില്ല. മോള് പോയിട്ട് വാ ചെല്ല്. സൂക്ഷിക്കണം. രോഗികളെ ആരെങ്കിലും കാണാമെന്നാണെന്നേ തോന്നാവൂ. നടക്കും. ഓപ്പറേഷൻ തുടങ്ങി. വാ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുത്. എന്ത് വേദനയായിരിക്കും എന്റെ കൊച്ചിപ്പ അനുഭവിക്കുന്നത്. എന്താ അമ്മ ഇത്? നമ്മുടെ ധൈര്യം കൈവിടരുത്. ഏയ് ഇല്ല, എനിക്ക് ധൈര്യമുണ്ട്. എന്റെ കൊച്ചിനെ ഭഗവാൻ രക്ഷിച്ചോളൂ. ഭഗവാനെ, എന്റെ രച്ചുവിനെ രക്ഷിക്കണേ ഭഗവാനെ. ഓപ്പറേഷൻ കഴിയാതെ ഇനി നമുക്ക് അകത്ത് കിടക്കാൻ പറ്റില്ല. കഴിഞ്ഞാലും ബുദ്ധിമുട്ടാ. എങ്ങനെ കയറും? തിയേറ്ററിൽ എന്തായാലും കയറാൻ പറ്റില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഐസിയുലേക്ക് മാറ്റും. ആ സമയത്ത് കയറാം. ബന്ധുക്കളെ പോലും ഐസിയുലേക്ക് കടത്തിവിടാറില്ല. അത് നമ്മുടെ സാധാരണക്കാരന്റെ വേഷത്തിൽ പോയാലല്ലേ ഉള്ളൂ. ഈ രൂപവും ഭാവവും വേഷവും ഒക്കെ നമ്മളങ്ങ് മാറും. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒന്ന് ഇറങ്ങി കിട്ടട്ടെ. ഹലോ, അഭിരാമിയ. എന്താ ബി? എനിക്കൊന്ന് സംസാരിക്കണം. പറഞ്ഞോളൂ. ഫോണിൽ കൂടെയല്ല, നേരിട്ട്. അഭി, ഞാൻ അങ്ങോട്ട് വരില്ല. ഞാൻ അങ്ങോട്ടും വരില്ല. പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം.
ഈ ഒരു തവണ കൂടിയേ ശല്യം ചെയ്യൂ. എനിക്കൊരിക്കലും അങ്ങനെ ഒരു ശല്യമായിട്ട് തോന്നിയിട്ടില്ല. എപ്പോഴാ കാണണ്ടെന്ന് വെച്ചാൽ വിളിച്ചാൽ മതി, ഞാൻ വരാം. താങ്ക്സ്. മോനെ, വല്ല കുഴപ്പമുണ്ടോ? ഏയ് ഒന്നുമില്ലമ്മേ, ഒരു കുഴപ്പവും വരില്ല. മോളെ, എങ്ങനെയുണ്ട് എന്റെ കൊച്ചിന്? ഓപ്പറേഷൻ കഴിഞ്ഞോ? നിങ്ങൾ ഇങ്ങനെ പരിഭ്രമിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ ആ മുറി പോയിരിക്കെ. ഓപ്പറേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തിരുമ്പ് ഉച്ച കഴിഞ്ഞ് 3-3:30 ആവും. അപ്പോ ഇനിയും ഒരുപാട് സമയം എടുക്കുമല്ലേ മോനെ? ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആനന്ദിന്റെ പേരെ പറയൂ. ഏറ്റവും വേദനിപ്പിച്ച ആളുടെ പേര് ചോദിച്ചാലും അത് തന്നെ പറയും. പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഭൂമിയിലെ സമസ്ത സൗന്ദര്യങ്ങളും ഒത്തുചേർന്ന സ്ത്രീയാണ് പ്രകൃതി. സമസ്ത ശക്തികൾ ഒത്തുചേരുമ്പോൾ പുരുഷനും. പരസ്പരം ഇഷ്ടപ്പെട്ട ആണും പെണ്ണും പുരുഷനും പ്രകൃതിയുമാണ്. അവർ തമ്മിലുള്ള സംഗമം ദേവന്മാരെ വരെ നാണിപ്പിക്കും. ശിവനും പാർവതിയും പ്രകൃതിയും പുരുഷനുമായിരുന്നു. ഞാനും നീയുമായിരുന്നു. അഭിരാമി, നിന്നിൽ അഭിരമിക്കാൻ ഞാൻ ആനന്ദം കണ്ടെത്തുമ്പോൾ നീ അഭിരാമിയും ഞാൻ ആനന്ദമല്ലാതാവുന്നു. നമ്മൾ രണ്ടല്ലാതെ ഒന്നാവുന്നു. പ്രകൃതിയും പുരുഷനുമാവുന്നു. നീ ഞാനാകുന്നു. ശരിയല്ലേ? ആദ്യത്തെ ദിവസം, ആദ്യത്തെ രാത്രിയിൽ എനിക്ക് പറഞ്ഞു തന്നതാ ഇത്. സാഹിത്യം പഠിക്കാത്ത എനിക്ക് പെട്ടെന്നത് മനസ്സിലായില്ല. പക്ഷേ ഹൃദയത്തിൽ തൊട്ട ആ വാക്കുകൾ ഞാൻ കൊണ്ടു നടന്നു. ഓരോ ദിവസവും അതിന് കൂടുതൽ കൂടുതൽ അർത്ഥങ്ങളുണ്ടായി. അബി, ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാ. ഇത് പറയാനാണോ നീ വിളിച്ചു വരുത്തിയേ? അതെ, ഒന്നും മറന്നിട്ടല്ല അഭിരാമി മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നത്. ശിവനും പാർവതിയും പ്രകൃതിയും പുരുഷനുമാണെന്ന് പറഞ്ഞു തന്നപ്പോഴും തിരുജടയിൽ ഗംഗയെ ഒളിപ്പിച്ച കഥ മാത്രം പറഞ്ഞു തന്നില്ല. മതി, നിർത്ത്. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതൊക്കെ പറഞ്ഞും കേട്ടും മടുത്തതാ. അബിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളച്ചു കേട്ടില്ലാതെ അങ്ങ് പറയണം. പറയാം. നമ്മൾ തമ്മിൽ നമ്മളെക്കുറിച്ച് പറയുന്ന അവസാനത്തെ ദിവസം എന്ന്. നാളെ മുതൽ തമ്മിൽ കണ്ടാലും ഒരാചാരം പോലെ വിശേഷങ്ങൾ ചോദിച്ച് പിരിയണം. ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് പോവാ. എന്റെ വിവാഹമാണ്. അബി, ഇത്ര പെട്ടെന്നോ? അതും ഞാൻ ആലോചിച്ചു. ഉത്തരവും ഞാൻ തന്നെ കണ്ടെത്തി. എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത്. മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾ മനസ്സിൽ കുഴിച്ചു മൂടാനെങ്കിലും അത് ഉപകരിക്കും. കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. സ്നേഹിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുക. അതിന് തടസ്സം ഈ താലിയ.
ഇത് കഴുത്തിലുള്ളിടത്തോളം കാലം മറ്റൊരാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെ ഇത് തിരിച്ചു വാങ്ങിക്കണം. എന്റെ മനസ്സിലെ വിവാഹമോചനം ഇതാണ്. വാങ്ങിക്കാം, പൂർണ്ണ മനസ്സോടെ തന്നെ വാങ്ങിക്കാം. കാരണം ഇഷ്ടത്തിന്റെ ഒരു അടയാളം മാത്രമാണ് താലി. നിനക്ക് വേണ്ടെങ്കിൽ ആ ഇഷ്ടം ഞാൻ നിന്നിൽ അടിച്ചേൽപ്പിക്കില്ല. അബി, ഇത് നിന്റെ കഴുത്തി കെട്ടിയ നിമിഷം മുതലാ ഞാൻ ജീവിതം തുടങ്ങിയേ. ഇത് തിരിച്ചറിയുന്ന നിമിഷം മുതലാണ് നീ ജീവിതം തുടങ്ങുന്നതെങ്കിൽ നീ അതിങ്ങ് തന്നേക്ക്. അബി, അബി, എന്തെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ പേടിക്കരുത്. ഒരു വെളിപ്പടകല ഞാൻ ഉണ്ടാവും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വീണ്ടും ഒരുമിച്ചിരിക്കും നമ്മൾ. കാരണം നീ പ്രകൃതിയും ഞാൻ പുരുഷനുമാ. മോനെ, ഒരുപാട് നേരമായല്ലോ, ഇതെന്താ കഴിയാത്തത്? സിസ്റ്ററെ, ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ വന്ന് പറയും. അല്ല, വല്ല കുഴപ്പമുണ്ടോ? അതൊക്കെ ഡോക്ടർ പറയും. അച്ഛനൊന്നും വരുത്തരുതേ.
ഓപ്പറേഷൻ കഴിഞ്ഞു. എന്തായി? സക്സസ്. അപ്പോ ആ 100% വിജയം. ഒരു കുഴപ്പമില്ല. രേവതിയുടെ ഹൃദയം എൻ്റെ കൈകളോട് സഹകരിച്ചു. ഹൃദയത്തിനും കൈകൾക്കുമിടയിൽ ഈശ്വരൻ്റെ അദൃശ്യമായൊരു സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഭഗവാനെ, നൗ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇതെൻ്റെ മാത്രം കഴിവല്ല, എല്ലാവരുടെയും പ്രാർത്ഥനയുടെ പുണ്യമാണ്.